കെബിനെ പല സ്ഥലങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. തളിപ്പറമ്പിൽ മത്സരാർത്ഥിയാകാൻ പോകുന്നത് LDF-ൽ നിന്നും നികേഷ് കുമാറാണ്. എന്തായിരിക്കും തളിപ്പറമ്പിൽ നികേഷ് കുമാറിന്റെ ആ ഒരു ഭാവി എന്നാണ് കെബിൻ വിശ്വസിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM-ന്റെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള MV ഗോവിന്ദൻ, M സ്വരാജ്, ജെയ്ക് സി തോമസ് ഇവരെയൊന്നും തന്നെ വരുന്ന പാർലമെന്ററി രംഗത്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മത്സരിക്കാനില്ല എന്നുള്ള വാർത്തകൾ പല മേഖലകളിൽ നിന്നും നമുക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ MV ഗോവിന്ദന് പകരം സേഫായിട്ടൊരു സീറ്റിൽ MV നികേഷ് കുമാറിനെ അദ്ദേഹത്തെ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. അദ്ദേഹം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ അതായത് ക്ഷണിതാവായിട്ടാണ് ഇപ്പോൾ സംഘടനാപരമായിട്ടുള്ള ചുമതല. പിന്നെ അതേപോലെ CPM-ന്റെ ഡിജിറ്റൽ ചുമതലകൾ വഹിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം VD സതീശനുമായി നടന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ചു പോയെന്ന് അതിന്റെ പേറ്റന്റ് ഇപ്പോൾ MV നികേഷ് കുമാറിന്റെ പക്കലാണെന്നാണ് CPM സൈബർ ഹാൻഡിൽ മാസ്റ്ററിനോടെ നിൽക്കാൻ പേടിയായതുകൊണ്ടാണോ തളിപ്പറമ്പ് നികേഷ് കുമാറിനെ വിട്ടുകൊടുത്തത്? അല്ല, കഴിഞ്ഞ 2016 അദ്ദേഹം ആദ്യമായി മത്സരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം കിണറിലിറങ്ങി വെള്ളം പരിശോധിക്കുന്ന ട്രോൾ വീഡിയോകളൊക്കെ പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് MV നികേഷ് കുമാർ റിപ്പോർട്ടർ TVയുടെ റീലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് വരുന്നത്. കഴിഞ്ഞ ഒരു 2 വർഷം മുൻപ് 2023 അദ്ദേഹം ഒരു ദിവസം രാത്രി തൻ്റെ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നുള്ള ബ്രേക്കിംഗ് വാർത്ത ഞാനായിരുന്നു ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ടറായിട്ടിരുന്നു നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റിപ്പോർട്ടർ TVയുടെ ആസ്ഥാനത്തേക്ക് കളമശ്ശേരിയിലേക്ക് പോവുകയും അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ മീറ്റ് ദ എഡിറ്റർ എന്ന് പറയുന്ന പരിപാടിയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് കഴിയുന്നത് വരെ ഏകദേശം ഒരു 11:45 വരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ആദ്യം ചോദിച്ചത്, 2016 ഇതേപോലെ മാധ്യമ ലോകത്തോട് താങ്കൾ വിട പറഞ്ഞ് പോയതല്ലേ, അപ്പോൾ ട്രോളുകളും മീമുകളും ഉയർന്നല്ലോ, അപ്പോൾ അതേപോലൊരു പോക്കാണോ എന്നാണ് ഞാനൊരു ചോദ്യമായി ചോദിച്ചത്. ഞാൻ മാത്രമേ ഉള്ളായിരുന്നു, ഞാനൊരു 1-to-1 ബൈറ്റ് എടുക്കാൻ പോയതാണ്. അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹം വന്നു. അപ്പം എന്താ മോൻ്റെ പേര് എന്നതിനടുത്ത് ഇങ്ങനെ ചോദിച്ചു. എന്നിട്ട് തോടി തട്ടിയതിനു ശേഷം ഒരു ചിരിച്ചിട്ട് പറഞ്ഞു, അത്തരത്തിലല്ല, ഈ തവണ കൃത്യമായും ഒരു സംഘടനാപരമായി പാർട്ടി പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. ഈ 2 വർഷക്കാലവും കൃത്യമായി അദ്ദേഹം സാംസ്കാരിക സാഹിത്യ മേഖലയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് പാർട്ടി ഇത്തരത്തിലൊരു അവസരം സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന് നൽകുന്നത്. നോക്കൂ, MV ഗോവിന്ദൻ മാഷിനെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, ഇലക്ഷൻ ചുമതലകൾ വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം മത്സരിക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ഔദ്യോഗിക വിവരങ്ങളൊന്നും ഇതിന് മുമ്പ് ഇപ്പോഴും വന്നിട്ടില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാതൃഭൂമിയിലും അതല്ല അദ്ദേഹം നൽകുന്ന ഇൻ്റർവ്യൂവിലും നേരത്തെ തന്നെ MV ഗോവിന്ദൻ മാഷ് സൂചിപ്പിച്ചിരുന്നു ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാവില്ല, പാർട്ടിയെ നയിക്കാൻ ആളുകൾ തീർച്ചയായിട്ടും. അതായത് ഈ പ്രാവശ്യം തലനരച്ച പ്രായമായ CPM-ന്റെ ബുദ്ധിയുള്ള നേതാക്കൾ ആരും തന്നെ സീറ്റ് ചോദിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. കൃത്യമായി UDF-ന് സംസ്ഥാനത്ത് ഒട്ടാകെ എഡ്ജുള്ളൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സീറ്റ് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഇവരെത്തുന്നത്. ഈ തളിപ്പറമ്പ് എന്ന് പറയുന്നത് നിലവില് ഈ പറയുന്ന CPM-ന്റെ തട്ടകം തന്നെയല്ലേ? തീർച്ചയായും അവിടെ ഒരു നികേഷ് കുമാറിനൊരു വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഒരു പറയുന്ന രീതിയിൽ ത്രികോണ പോരിന്റെ ഒക്കെ ആവശ്യമുണ്ടോ തളിപ്പറമ്പിൽ? അല്ല, നികേഷ് കുമാറിനെ സംബന്ധിച്ച് തളിപ്പറമ്പിനെ സംബന്ധിച്ചോളം തളിപ്പറമ്പിൽ നികേഷ് കുമാർ ജയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് നിലവിൽ പറയേണ്ടി വരും. അദ്ദേഹം ഇപ്പോൾ ട്രോളും മീമുകളും ഒക്കെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നമ്മളുടെ സീനിയേഴ്സ് ഉൾപ്പെടെ പറയുന്നത് അവിടെ എല്ലാവരും കിണറ്റിൽ വെൽഡിംഗ് വർക്ക്ഷോപ്പുകാർക്കെല്ലാം ഭയങ്കര പണിയാണ്, അവർക്ക് ഇത്തരത്തിൽ കിണറിൽ നെറ്റടിച്ച് മൂടാനുള്ള സമയബന്ധിതമായ ഓട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇനിയിപ്പോൾ വീണ്ടും കിണറ്റിലേക്ക് ഇറങ്ങിയാലോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ്. തളിപ്പറമ്പിലെ ഒരു തളിപ്പറമ്പുകാരന്റെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കിണറിൽ വെള്ളം കരുതി വെച്ചിട്ടുണ്ട്, ഒരു വട്ടം കൂടി എന്ന ഓർമ്മകൾ. പുഷ്പം പോലെ തോറ്റു തൊപ്പിയിട്ട് വനവാസത്തിന് തളിപ്പറമ്പിൽ നിന്നും വന്നതുപോലെ ഞങ്ങൾ പറഞ്ഞയക്കും, വേഗം വാ, ഒരിക്കൽ കൂടി നമുക്ക് തോൽക്കാം, 14,000 വോട്ടിന് ഞങ്ങൾ നികേഷിനെ പരാജയപ്പെടുത്തും, ബുദ്ധിയുള്ള ജനതയാണ്, കാട്ടിത്തരാം തോൽപ്പിച്ചിട്ട്. അപ്പോൾ അവിടെ മനഃപൂർവ്വം തോൽപ്പിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്, UDF കേന്ദ്രങ്ങൾ തയ്യാറെടുക്കുകയാണ്. കഴിഞ്ഞ അദ്ദേഹം മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്ന വെല്ലുവിളികൾ ഈ പ്രാവശ്യം അദ്ദേഹത്തിന് ഉണ്ടാവുമോ എന്നുള്ളത് തീർച്ചയാണ്. ഇതേപോലെ ഒരു 100 കണക്കിന് കമന്റുകളായിരുന്നു വരുന്നത്. മൊത്തം നികേഷിന് എതിരെയാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു തളിപ്പറമ്പിൽ നികേഷ് അല്ലാതെ മറ്റേതെങ്കിലും ഒരു മുതിർന്ന സ്ഥാനാർത്ഥി നിൽക്കുകയായിരുന്നു എങ്കിൽ, ഒരു മുതിർന്ന നേതാവ് നിൽക്കുകയായിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും ചിലപ്പോൾ ജയിച്ചേനെ. ഈ പറയുന്ന ഗോവിന്ദൻ മാഷിന്റെ ഈ ഒരു തീരുമാനം തെറ്റായി പോയോ എന്നൊക്കെ ചിന്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു മികച്ച മാധ്യമ പ്രവർത്തകനാണ്. ഇന്ത്യ വിഷൻ കാലം തൊട്ട് നമ്മളെ പോലുള്ള, ഞാൻ അദ്ദേഹം റിപ്പോർട്ടറിൽ, അതായത് നികേഷ് കുമാർ സ്കൂൾ ഓഫ് ജേർണലിസത്തിൽ പഠിച്ച കുറേയധികം ആൾക്കാരുണ്ട്. അതിൻ്റെ ഭാഗമായി
അദ്ദേഹം മികച്ച മാതൃക. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ എതിർക്കപ്പെടുന്നത്? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ അന്ന് വി ഡി സതീശൻ പറഞ്ഞല്ലോ, എനിക്കെതിരെ കാർഡ് ഉണ്ടാക്കുന്ന AK സെന്ററിലെ ആ വ്യക്തി എന്ന് പറയുന്നത് MV നികേഷ് കുമാറിനെ ചൂണ്ടി പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോൽക്കുമെന്നൊരു പ്രതീതി സൃഷ്ടിക്കാനായിട്ട് UDF ക്യാമ്പുകൾ ശ്രമിക്കുന്നുണ്ട്. അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളത്. അത് മാത്രമല്ല, ഈ പറയുന്ന വീണ ജോർജിന് ഒരു ഹെയ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകയുടെ ഭരണം കൊണ്ട് തന്നെ ഞങ്ങൾ തോറ്റിരിക്കുകയാണ് ആരോഗ്യ മേഖലയിൽ. അതുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകനെ കൂടെ ഞങ്ങൾക്ക് CPM-ന്റെ ഭാഗത്തു നിന്നും ആവശ്യമില്ല എന്നൊരു നിലപാട് കൂടി തളിപ്പറമ്പിൽ നിന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ കള്ളയോട്ട് 20,000-ന്റെ കള്ളയോട്ട് നികേഷിന് കിട്ടുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ജയിക്കാൻ പറ്റൂ എന്നും തളിപ്പറമ്പിൽ നിന്ന് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പോ MV നികേഷ് കുമാർ ഇനി അവിടെ അപ്പം ഈ സൈബർ ടീമുകൾ തീരുമാനിച്ച് MV നികേഷ് കുമാറിനെ അവിടെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ തോൽക്കുന്നൊരു സംവിധാനമാണ് CPM എന്ന് ആദരിക്ക് തോന്നുന്നുണ്ട്. അല്ല, അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ അതിന്റെ അപ്പുറത്തേക്കും പല സീറ്റുകളും തട്ടയങ്ങളൊക്കെ പൊളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ്. CPM-ന്റെ ഒക്കെ കൈവിട്ട് ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നോക്കുന്ന സമയത്തും ഈ പറയുന്ന പാർട്ടി ഗ്രാമമാണെങ്കിലും എന്താണെങ്കിലും ശരി, തളിപ്പറമ്പ് കൈവിട്ട് പോകാനുള്ള സാഹചര്യമുണ്ട്. കാരണം ഒരു പോസിറ്റിവിറ്റി പോലും തളിപ്പറമ്പിൽ നിന്ന് വരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. അതേപോലെ കൃത്യമായി നികേഷ് കുമാർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവർക്ക് സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് നിലവിലെ അഭിപ്രായങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യം. എന്ന് വെച്ചാൽ തളിപ്പറമ്പിലെ മുഴുവൻ അഭിപ്രായങ്ങളല്ല, പക്ഷെ ഉയർന്നു വരുന്ന മൊത്തം അല്ലെങ്കിൽ ഏകദേശം അഭിപ്രായങ്ങളെല്ലാം നികേഷ് കുമാറിന് എതിരായിട്ട് തന്നെയാണ് വരുന്നത്. അദ്ദേഹത്തെ ഇപ്പോഴും ട്രോൾ മെറ്റീരിയൽ ആക്കുന്നത് കിണറേഷ് എന്ന് വിളിച്ചും അതേപോലെ പല പേരുകൾ വിളിച്ചും അദ്ദേഹത്തെ കളിയാക്കുന്നത് അദ്ദേഹം ഈ ഇലക്ഷൻ കാലഘട്ടമാണല്ലോ. അപ്പോൾ ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വോട്ടിനായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് പല തന്ത്രങ്ങളും സ്വീകരിക്കും. അത് പിൽക്കാലത്തൊരു ട്രോളായി മാറുന്നൊരു സാഹചര്യമാണ് ഉണ്ടത്. അപ്പോൾ ഈ പുള്ളി തന്നെ ഇതിനെപ്പറ്റി പുള്ളിയുടെ ഏതൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എന്താ ചെയ്യുക, കിണറ്റിൽ വിഷയമുള്ളതെന്ന് പറഞ്ഞാൽ കിണറിൽ ഇറങ്ങി പരിശോധിക്കും. അതിനെന്താ തെറ്റ്? അത് സ്ഥാനാർത്ഥിയായി നിൽക്കെ ഇറങ്ങി പരിശോധിക്കണമെന്നുള്ള ചോദ്യം വരുന്നുള്ളൂ. പക്ഷേ ഇത് എതിരാളികൾ ഒരു ട്രോൾ മെറ്റീരിയലായും ആക്ഷേപഹാസ്യവുമായൊക്കെ നികേഷ് കുമാർ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ കിണറുകൾ കൊണ്ടുള്ള പോസ്റ്ററുകളും കിണറുകൾ കൊണ്ടുള്ള ട്രോളുകളും നമുക്ക് സോഷ്യൽ മീഡിയ ഓപ്പോസിറ്റ് ആരാ നിൽക്കുന്നൊരു രീതി കൊണ്ടുണ്ടല്ലോ. UDF ഒരു നല്ല സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ നികേഷ് കുമാറിന്റെ പരാജയം എന്ന് പറയുന്നത് ഒരു സംശയവും ഇല്ലാത്ത രീതിയിലേക്ക് പോകും. കാരണം ഇത്രയധികം ഹെയ്റ്റ് അവിടെ നിന്ന് വരുന്നുണ്ട്. അതേപോലെ തന്നെ ട്രോളുകൾ നിർമ്മിക്കാൻ വളരെ എളുപ്പമാണ്. അതേപോലെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് സർക്കാരിനെതിരെ. ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ നികേഷിന് ജയം അത്ര എളുപ്പമല്ല എന്ന് പറയും. ഇനി വർഷങ്ങൾക്ക് ശേഷം നികേഷ് കുമാറിന്റെ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ നികേഷ് കുമാറിന്റെ കയ്യിലൂടെ തന്നെ UDF-ന് ഭരണം തളിപ്പറമ്പിലേക്ക് പോകുമോ എന്നാണ് ഈ പറയുന്ന രീതിയിൽ ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് പരിശോധിക്കേണ്ടത്. ഗോവിന്ദൻ മാഷിന്റെ ഈ ഒരു തീരുമാനം തെറ്റിപ്പോയോ അതോ ശരിയായിരുന്നു എന്നുള്ള നിർണയം കൃത്യമായി ഈ പറയുന്ന രീതിയിൽ തളിപ്പറമ്പിന്റെ ഇലക്ഷൻ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റൂ.